ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ആകാശം കാണിച്ചാണ് തുടങ്ങുന്നത്. എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ വാതിൽ തുറന്ന് പുറത്തൊക്കെ പോയി നോക്കും കേട്ടോ. അത് പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഇച്ചിരി ലോങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെയും ആണ് കുഞ്ഞുങ്ങൾ പൊന്നുകുട്ടിയുടെയും കണ്ണൻകുട്ടിൻ്റെയും കാര്യങ്ങളാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തോടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് കേട്ടോ. ഒരു ചെറിയ തോട്, നല്ല രസമാണ്, നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദേ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു, വിളക്ക് കത്തിച്ചു. ഞാൻ വ്രതമൊക്കെ ഉള്ള സമയത്തും പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളും കത്തിക്കാൻ പറ്റുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലുമാണ് രാവിലെ വിളക്ക് കത്തിക്കാറുള്ളത്. പിന്നെ നമ്മുടെ പൂജയെടുപ്പിൻ്റെ വ്രതങ്ങൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് എടുക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പഴനിയിലോ അല്ലെങ്കിൽ ശബരിമലയിൽ പോകുമ്പോഴൊക്കെ കറക്റ്റായിട്ട് വ്രതങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേക സന്തോഷമല്ലേ രാവിലെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്നത്. അതിങ്ങനെ കത്തിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മാനസിക സുഖമൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നും ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നും രാവിലെ കുളി എനിക്ക് പോസിബിൾ അല്ല. എനിക്ക് കുറച്ച് തലവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൈഗ്രെയിൻ ഉള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് രാവിലെ എന്നും കുളിച്ച് കഴിയുമ്പോഴത്തേക്കും തലനീരിറങ്ങും. പിന്നെ സൈനസൈറ്റീസും മൈഗ്രെയിനും എല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഫോൺ ഉപയോഗമൊക്കെ കുറവാണ്. അപ്പോൾ അതേ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് വന്നിട്ട് രാജേഷേട്ടൻ എന്നത്തെയും പോലെ തന്നെ മെഴുക്കുവരട്ടിക്കുള്ള കായാണ് കേട്ടോ. പച്ചക്കായ മെഴുക്കുവരട്ടിക്ക് വേണ്ടി പച്ചക്കായൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതേ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് തിളയ്ക്കുന്നു. റേഷനരിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ അത് ആയി. പിന്നെ വെള്ളമൊക്കെ തലേദിവസം ഞാൻ തിളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ചൂടാറി നിൽക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ തലേദിവസം രാത്രിയിൽ വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കും. അങ്ങനെ അടുക്കളയിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹാളിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ പൊന്നുകുട്ടി കുളിച്ചൊക്കെ വന്നു കേട്ടോ. പൊന്നുകുട്ടി വ്രതം തുടങ്ങിയ ഫസ്റ്റ് ഡേ ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ പോയത്. അന്ന് മുടി പോലും കെട്ടാതെയാണ് കേട്ടോ സ്കൂളിൽ പോയത്. പിന്നെ സ്കൂളിൽ ചെന്നിട്ട് ഏതോ ചേച്ചിമാർ മുടി കെട്ടി തന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് വൈകുന്നേരം വന്നപ്പോൾ രാജേഷനാണെങ്കിലും ഞാനാണെങ്കിലും വഴക്ക് പറഞ്ഞു. ആ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആളിപ്പോൾ നേരത്തെ എഴുന്നേക്കും. എനിക്ക് തേങ്ങ ചിരണ്ടി തരികയാണ് രാജേഷന്. എനിക്ക് തേങ്ങ ചിരണ്ടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. തേങ്ങ ചിരണ്ടാൻ മടിയുള്ള എത്ര പേരുണ്ട്? ഒരുപാട് ആളുകൾക്ക് തേങ്ങ ചിരണ്ടാൻ മടിയാണ്. ആക്ച്വലി ഞങ്ങളിവിടെ തേങ്ങ ഒരുപാട് ചിരണ്ടി ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ അടച്ച് വെച്ചേക്കും കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളൂ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം തേങ്ങയുടെയൊക്കെ വില കാരണമായിരിക്കാം. പിന്നെ എൻ്റെ അച്ഛൻ അവിടെ അമ്പലത്തിൽ നിന്ന് തേങ്ങയൊക്കെ തരും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചിരണ്ടി ഇത് കണക്ക് വെക്കും. ഇപ്പം തേങ്ങ അങ്ങനെ അധികം മേടിക്കാറില്ല. ഇവിടെ തേങ്ങ ഉപയോഗം വളരെ കുറവാണ് കേട്ടോ. കാരണം തേങ്ങ അരച്ചുള്ള ചാറുകറിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളുകളായിട്ട് ഈ റെൻറ്റിന് പോകുന്നപ്പോൾ തൊട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതുപോലെ ബണ്ടിലായിട്ട് ടിഷ്യൂ പേപ്പർ ഞാൻ 2, 3, 4 ഒക്കെ വാങ്ങിച്ചു വെക്കും കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ പാത്രം തുടയ്ക്കാനായിട്ടാണ്. എനിക്ക് ഈ തുണി ഇട്ട് തുടയ്ക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പണ്ടൊക്കെ വീടുകളിൽ ഇപ്പോഴും കാണും ഇങ്ങനെ തുണി ഇട്ടാണ് തുടയ്ക്കുന്നത്. എനിക്ക് തുണി ഇട്ട് തുടയ്ക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് കണക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സൊക്കെ എടുക്കുന്ന പാത്രം വെള്ളമയം കാണുമല്ലോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഇട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് പിന്നീട് വേസ്റ്റ് കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കത്തിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ചോറിന് കാമെഴുക്കുവരട്ടിയും ചമ്മന്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും. അങ്ങനെ ഈ രാജേഷണൻ എല്ലാമായിട്ട് തിരിച്ചു പോകണം. അത് പൊന്നുകുട്ടിക്കും രാജേഷണനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാജേഷണൻ ചെരുപ്പൊക്കെ ഇട്ട് ടാറ്റാ ബൈബൈയൊക്കെ പറഞ്ഞു പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രാജേഷണൻ പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയി. എനിക്ക് ആ സമയത്ത് പൊന്നുകുട്ടിക്ക് മുടി കെട്ടിക്കൊടുക്കും അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇത് പക്ഷേ ഞാൻ എന്തായാലും എടുത്തു. അങ്ങനെ പൊന്നുകുട്ടിയുടെ മുടിയൊക്കെ ഇതുപോലെ റിബണൊക്കെ കെട്ടി കൊടുത്തു വിടണം കേട്ടോ. എനിക്ക് ഈ റിബൺ കെട്ടിവിടുന്നത് ഇഷ്ടമല്ല. എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും എനിക്ക് റിബൺ കെട്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ബുഷ് ഇട്ട് ഇങ്ങനെ കെട്ടിവിടുന്നത് ഇഷ്ടം. പക്ഷേ ഇവരുടെ സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് റിബൺ കെട്ടിയേ വരാവുള്ളൂ. നമ്മൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ഡിസിപ്ലിൻ ആണ് കേട്ടോ. ഈ സെൻറ്റ് മേരീസും അതെ, ഹോളി ഫാമിലി അതെ, ഒരേ മാനേജ്മെൻറ്റിൻ്റെ ആയതുകൊണ്ടാണ്
അതുകൊണ്ടാണോ എന്തോ നല്ല നീറ്റാണ്, നല്ല ഡിസിപ്ലിനാണ്, കുട്ടികളൊക്കെ നല്ല ഇതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ 2 സ്കൂളുകളും. അങ്ങനെ പൊന്നുകുട്ടി ഇതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, ശരണമൊക്കെ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞും സ്വാമിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു, ഈ വർഷം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ദേ കണ്ണൻകുട്ടൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊന്നുകുട്ടിയുടെ വാൻ ഇപ്പോൾ വരും, അങ്ങോട്ടാക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് അപ്പുറത്തോട്ട് നീക്കിയാൽ മതി, ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി ഞാനും കൂടെ നിൽക്കും. കാരണം പട്ടിശല്യമൊക്കെ ഉള്ളത് കൊണ്ടേ നമ്മുടെ ഗേറ്റിനകത്ത് പട്ടിയൊന്നും കയറത്തില്ല, പുറത്ത് അവിടെ എവിടെയൊക്കെ കാണുമായിരിക്കും. ഞാനിതുവരെ അങ്ങനെ വലിയ രീതിയിൽ പട്ടിശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും, സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു വല്ലാത്തൊരു ക്ലൈമറ്റാണല്ലേ. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം നല്ല വെയിൽ, ആ ഒരു രീതിയിലാണ്. അപ്പം ഞാൻ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. തിങ്കളാഴ്ചത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഞാൻ അന്ന് തന്നെ ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ വ്യാഴാഴ്ച ആ ഒരു രീതിയിൽ ഇടാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പൊന്നുകുട്ടി സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. എനിക്കിന്ന് നല്ലൊരു ദിവസമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. എനിക്ക് തണുപ്പുള്ള ദിവസമൊക്കെ തലവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതാണ്. രാവിലെ എനിക്ക് എഴുന്നേറ്റപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രഷായിരുന്നു, തലവേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തലവേദന തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് അധികം ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകും, വന്നിട്ട് മാറ്റി വെക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മാത്രമേ കുറച്ച് നേരം ഫോണിൽ ഞാൻ കൂടുതൽ ഇതാകുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് പാടുകൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ, പെട്ടെന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും ചിലപ്പോൾ ഞാൻ ഫോണിലോട്ട് നോക്കിയൊന്നും അല്ല കേട്ടോ, വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതേ പൊന്നുകുട്ടി പോയതിന് ശേഷം കണ്ണൻകുട്ടൻ വന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയതിനു ശേഷം ഇഡലി കഴിക്കുകയാണ്. അതേ കണ്ണൻകുട്ടനുള്ള ലഞ്ച്, സ്നാക്സ്, കാമെഴുക്കൊട്ടി, പപ്പടം അത്ര നല്ലതല്ല ആരോഗ്യത്തിന്. ഞാൻ അങ്ങനെ പപ്പടമൊന്നും കൊടുത്തു വിടുന്ന ആളല്ല, ഇപ്പം ചോറ് കൊടുത്തു വിടുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും തോരനോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ സ്കൂളിൽ. ഇവിടെ പക്ഷേ ഈ ചാറുകറി അങ്ങോട്ട് പോകത്തില്ല. പിന്നെ ഇന്ന് വെച്ച ഭക്ഷണം നാളെ എടുക്കാനും പറ്റത്തില്ലല്ലോ. നമ്മൾ വ്രതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കറി നാളെ കൂട്ടത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചാറുകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് കാണും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആർക്കും താല്പര്യവും ഇല്ല. അങ്ങനെ കണ്ണൻകുട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയാകുകയാണ്. ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഈ കുട്ടനെ റെഡിയാക്കുന്ന കാര്യം. മുടിയൊക്കെ ചീകി സുന്ദര കുട്ടപ്പനാക്കുന്ന കാര്യം ഇച്ചിരി റിസ്ക് അല്ല, ഇച്ചിരി പണിയാണ് ഇതൊക്കെ കേട്ടോ. 2 പേരെ ഒരുക്കി വിടുക എന്ന് പറയുന്നത്, നമ്മൾ അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളല്ലേ രാവിലെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മമാർ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അമ്മമാരെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും റെയിൻകോട്ട് ഇട്ടു. ഞാനും കണ്ണൻകുട്ടനും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് കണ്ണൻകുട്ടനെ സ്കൂളിൽ കൊണ്ട് വിടാൻ പോവുകയാണ്. അപ്പം അമ്മമാരുടെ കാര്യമല്ലേ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ മൾട്ടി ടാസ്കിങ് ആണ്. കാരണം ഞാൻ ആ 2-3 മാസം ജോലിക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നതെന്ന് കേട്ടോ. കാരണം എനിക്ക് ഇരിക്കാൻ നേരമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൻകുട്ടനെ സ്കൂളിലൊക്കെ കൊണ്ട് വിട്ടതിന് ശേഷം വീട്ടിൽ വന്ന് കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അല്ലേ തന്നെ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കിടന്നുറങ്ങി കേട്ടോ. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം പുറത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. 3-3:30 ആയി കാണും. 4:15 ആകുമ്പോൾ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും വരും. ഇനിയാണ് അങ്ങോട്ട് രസം കേട്ടോ കാണാനായിട്ട്. കാരണം ഇത്രയും നേരത്തെ പോലെയല്ല, ഇത്രയും നേരവും കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയൊക്കെ പോലെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ കഴിഞ്ഞ ദിവസവും കണ്ടതല്ലേ, ഇവളെന്ത് ഈ കാണിക്കുന്നതെന്ന് തോന്നും കേട്ടോ. പക്ഷെ ഇനി അങ്ങോട്ട് രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവർ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ വാൻ വന്നു. വാനിൽ ആൻറ്റിയും ചേട്ടനും ചോദിച്ചെന്ന് പറയുന്നു, അമ്മ എന്താ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് എപ്പോഴും വന്നു. അപ്പോൾ പൊന്നുകുട്ടി പറഞ്ഞു അമ്മയ്ക്ക് ഇത് കണക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പേരും വന്നു കേട്ടോ. ഇനിയിപ്പോൾ രസമാണ്.
എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കുന്ന ഇവർക്ക് 2 പേർക്കും ഇഷ്ടമല്ല കേട്ടോ. സ്കൂളിൽ നിന്ന് വന്ന ഒരു മണിക്കൂറത്തേക്ക് ഞാൻ ഫോൺ യൂസ് ചെയ്യരുത്, ഇവർക്ക് 2 പേർക്കും ഇഷ്ടമല്ല. പിന്നെ നമുക്ക് അത്ര വേണ്ടപ്പെട്ട ആരെങ്കിലും മെസ്സേജ് വിട്ടാൽ മാത്രം ഞാൻ റിപ്ലൈ കൊടുക്കും, എടുക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കോള് പോലും ഞാൻ എടുക്കത്തില്ല. ഇവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫോൺ മാറ്റി വെക്കണം 2 പേർക്കും. പിന്നെ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് 2 പേരും കേട്ടോ. വന്നു കഴിയുമ്പോൾ ഇവർ 2 പേർക്കും ഒരു ടൈം ടേബിൾ പോലെയാണ്. വന്നു കഴിഞ്ഞാൽ ഇവരുടെ ലഞ്ച് ബോക്സും അതൊക്കെ ഉണ്ടല്ലോ, ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം 2 പേരും വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ട് വെക്കും കേട്ടോ. ഞാനിത് കമ്പൾസറി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സമ്മതിക്കത്തില്ല, ഒരു തരത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് 2 പേരും ഏതാണ്ട് പൊന്നുകുട്ടി കുഞ്ഞിലേ തൊട്ട് ചെയ്യുന്നതാണ്. അത് കണ്ണൻകുട്ടനെ കണ്ടു പഠിക്കുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് 2 പേരും ചെയ്യും കേട്ടോ. അത് ഞാൻ തുടർച്ചയായിട്ട് ഞാൻ പറയുന്നുണ്ട്. എത്ര വലുതായാലും ഈ ഒരു കാര്യം കഴുകുകയൊന്നും ചെയ്യണ്ട, 2 പേരും പാത്രവും കാര്യങ്ങളൊന്നും കഴുകണ്ട, അതൊക്കെ ഞാനുണ്ടല്ലോ, കഴുകുകയൊന്നും ചെയ്യണ്ട. ഇതുപോലെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയ പാത്രങ്ങൾ കൊണ്ട് കിച്ചണിൽ വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ട് വെച്ചേക്കണമെന്ന് അത് 2 പേരും കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ യൂണിഫോം ഞാനൊരു ലോണ്ട്രി ബക്കറ്റ് ഉണ്ട് നമുക്കിവിടെ, ലോണ്ട്രിയിൽ കൊണ്ടിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. മാസ്ക് വെച്ചുകൊണ്ട് ഇവർ 2 പേര് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അന്ന് ആശുപത്രി കടന്നതിന് ശേഷം 2 പേരും മാസ്ക് വെച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൽ ഉപയോഗം ഉണ്ട് കേട്ടോ. അങ്ങനെ അധികം ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ കൊണ്ടായിരിക്കാം അധികം പനിയും കാര്യങ്ങളൊന്നും 2 പേർക്കും ഉണ്ടാകുന്നില്ല. പറഞ്ഞാൽ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് മാസ്ക് വെച്ച് 2 പേരും പോകത്തുള്ളൂ. അപ്പോൾ യൂണിഫോം, മാസ്ക്, കർച്ചീഫ്, പിന്നെ ടർക്കി ഉണ്ടല്ലോ ലഞ്ച് ബോക്സ് പൊതിഞ്ഞുകൊണ്ട് വന്ന, ഇതെല്ലാം ലോണ്ട്രിയിൽ കറക്റ്റ് കൊണ്ടിടും കേട്ടോ. അതൊക്കെ ഒരു ടൈം ടേബിൾ പോലെ 2 പേരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊന്നുകുട്ടി വിശേഷങ്ങൾ പറയുകയാണ്. പൊന്നുകുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കണ്ണൻകുട്ടനും അതെ, 2 പേരും ഒരു മണിക്കൂർ സ്കൂളിൽ രാവിലെ 9:30 മുതൽ 4 മണി വരെ സ്കൂളിലും ബസ്സിലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നോ ഇതെല്ലാം എന്നോട് പറയും കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, ഈ സമയത്ത് എന്നെ ആര് വിളിച്ചാലും ഞാൻ അങ്ങനെ ഫോൺ എടുക്കത്തില്ല. പിന്നെ അത്ര വേണ്ടപ്പെട്ട ആളുകൾ മെസ്സേജ് വിട്ടാൽ മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കുകയുള്ളൂ കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ കാണും ഈ 2 പേർക്കും പറയാനായിട്ട്. ഈ കുഞ്ഞുമക്കൾക്ക് എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് കേട്ടോ സ്കൂളിൽ. പിന്നെ ഞാൻ ആ വിശേഷങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും, കാരണം മതി, ഈ സമയം പോവല്ലേ, നമുക്ക് പഠിക്കണം, കുറച്ച് നേരം ഇരുന്ന് കളിക്കണം. അങ്ങനെ ഞാൻ 2 പേരെ മേല് കഴുകാനായിട്ടൊക്കെ കൊണ്ടുപോകും. പൊന്നുകുട്ടി തനിയെ മേലൊക്കെ കഴുകും കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മേല് കഴുകിയിട്ടേ 2 പേരും ഭക്ഷണം കഴിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഇതേ കണ്ണൻകുട്ടൻ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ, ടർക്കി കൊടുത്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ടർക്കി കൊടുത്ത് നിന്ന് വീഡിയോ എടുക്കാം, അപ്പം ആരും കാണത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കണ്ണൻകുട്ടൻ ഭയങ്കര നാണം കുണുങ്ങിയാണ് കേട്ടോ, ഭയങ്കര നാണമാണ്. അങ്ങനെ അധികം ആരോടും മിണ്ടുകയും പറയുകയൊന്നും ചെയ്യത്തില്ല. അച്ഛൻ്റെ ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നണത്. എന്നടുത്ത് ഭയങ്കര ഇതാണ് കേട്ടോ, അമ്മ അത് കണ്ടില്ലേ, ഇത് കണക്ക് ഒരുങ്ങാൻ നേരത്തും എപ്പോൾ കെട്ടിപ്പിടിക്കാനൊരു നിമിഷം കിട്ടുമോ അപ്പോഴൊക്കെ എന്നെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലും, കറക്റ്റ് ഒരു അമ്മ മോനാണ് കേട്ടോ ആൾ. ഈ കണ്ണനെന്ന് പേരുള്ളവരൊക്കെ അമ്മ മോനാന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണ് കേട്ടോ, ഇത് ഒരു രക്ഷയില്ല. കണ്ണൻകുട്ടൻ്റെ സ്നേഹത്തിൽ ഇതേ 2 പേരുടെയും ലഞ്ചും സ്നാക്സും ഒക്കെ കൊണ്ടുപോയ പാത്രമാണ്. അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു, അതിൻ്റെയാണ് ഞാൻ വൈകുന്നേരം കൊടുക്കുന്നത്. അല്ലാതെ എണ്ണ വറുത്ത പലഹാരങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല ഇവിടെ. പിന്നെ ഈ ബിസ്ക്കറ്റൊക്കെ എന്തോ ചെയ്യാനാ, സ്നാക്സിന് വേറെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിട്ടാൽ ഇതുങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ചില ദിവസങ്ങളിൽ വല്ല ആപ്പിളൊക്കെ കൊടുത്തു വിടും. കണ്ണൻകുട്ടന് അധികം ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അവന് ഈ അലർജിയുടെ പ്രശ്നമുണ്ട്. തണുപ്പല്ലേ ചില ഫ്രൂട്ട്സുകളൊക്കെ, അത് അവന് മൂക്കലിപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അധികം ഫ്രൂട്ട്സ് ഒന്നും അവന് കൊടുക്കാറില്ല. ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളൂ. അങ്ങനെ പൊന്നുകുട്ടിക്കും ഇഡലിയൊക്കെ കൊടുത്തു. ഞാനും ഒരു ഇഡലി കഴിച്ചു കേട്ടോ. മിച്ചം ഒരു ഇഡലി വന്നപ്പോഴത്തേക്കും ഞാനും ആ സമയത്ത് ഇവരുടെ കൂടെ ഇരുന്ന് ഒരു ഇഡലി കഴിച്ചു. ചമ്മന്തിപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവർ കാർട്ടൂണൊക്കെ കണ്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം 2 പേരും മേലൊക്കെ കഴുകി ഫ്രഷ് ആയതിന് ശേഷം ഇരുന്നുകൊണ്ട് സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഇഡലിയാണ് കഴിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് 2 പേരും ഇങ്ങനെ കളറൊക്കെ ചെയ്യുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. ഇതാണ് ഇവരുടെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പുറത്തു പോയി കളിയും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൂത്തുവാരുന്നുണ്ട്. സന്ധ്യ ആവുമല്ലേ, വിളക്ക് കത്തിക്കണം, തൂത്തുവാരി തുടയ്ക്കും, എന്നും തൂത്തുവാരി തുടയ്ക്കും കേട്ടോ. വ്രതം തുടങ്ങിയോണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ
വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ് ഞാൻ തുടയ്ക്കാറുള്ളത്. വിളക്ക് കത്തിക്കേണ്ട ദിവസം ഞാൻ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ഞാൻ തുടയ്ക്കും കേട്ടോ. ഹാള് മാത്രമേ ഉള്ളൂ, അല്ലാതെ വെള്ളിയാഴ്ച ദിവസം എല്ലായിടവും തുടയ്ക്കും. എനിക്ക് ഇച്ചിരി തുടയും ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ വീട്ടിൽ അവർ പെർമനൻ്റായിട്ട് നിർത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഒരു വാടക വീട് തന്നു കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മൾ അത് തിരിച്ചവർക്ക് കൊടുക്കുമ്പോഴും ആ രീതിയിൽ തന്നെ കൊടുക്കണമെന്നുള്ളൊരു രീതിയാണ് എനിക്കെൻ്റെ ആവശ്യം. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ ക്ലീൻ ചെയ്ത് തന്നെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ പൊടി അലർജിയുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണൻകുട്ടൻ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫാനാണേലും എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ തൂത്തുവാരലും തുടയെല്ലാം കഴിഞ്ഞ് കുറേ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പാത്രം കഴുകാനും മടിയാണ്, തേങ്ങ ചിരണ്ടാനും മടിയാണ്, ബാക്കി എല്ലാ ജോലിയും ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ വാഷ് ബേസൊക്കെ നല്ല ക്ലീനാക്കി. എന്തൊരു രസമല്ലേ ഇങ്ങനെ നമ്മുടെ വാഷ് ബേസ് എപ്പോഴും കിടക്കുവാണെങ്കിൽ. പക്ഷേ എന്നാലും അങ്ങനെയൊന്നും കിടക്കത്തില്ല. ചില നേരത്ത് നിറച്ച് പാത്രങ്ങളാണ്, അപ്പം കഴുകി വെക്കാമെന്ന് വെച്ചാൽ പക്ഷെ നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് വിളക്ക് കത്തിക്കുകയാണ്. വൈകുന്നേരവും കുളിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സൈനസും മൈഗ്രെയിനും ഉള്ളതുകൊണ്ട് രാവിലെയും വൈകിട്ടും തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് തലവേദന കൂടും. ഇപ്പം തന്നെ നല്ല രീതിയിലുള്ളത് കൊണ്ട് ഞാൻ മേല് കഴുകത്തേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം. അങ്ങനെ മേലെല്ലാം കഴുകി ഒന്ന് ക്ലീനായതിന് ശേഷം ഞാൻ വന്ന് വിളക്കൊക്കെ കത്തിക്കുകയാണ്. എന്തൊരാശ്വാസമല്ലേ ഇങ്ങനെ ഇരുന്ന് സന്ധ്യ നേരത്ത് വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു മനസ്സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എനിക്ക് സന്തോഷമാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 2 പേരും പഠിക്കുകയാണ്. എൻ്റെ വലിയൊരു ജോലിയാണ് കേട്ടോ ഇത്. ജോലിയെന്ന് ഞാൻ പറയുന്നില്ല, കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണിത്. ഈ 2 പേരെ പഠിപ്പിക്കുക. ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇരുത്തും കേട്ടോ 2 പേരെയും. 7 മണി തൊട്ട് ഒരു 9:30, ചില ദിവസം 10 മണി വരെയൊക്കെ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഗ്യാപ്പ് കൊടുക്കും. അത്രയ്ക്ക് പഠിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല 2 പേരെയും കൂടെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്ന 2 കുട്ടികളുള്ള അമ്മമാർക്കറിയാം. പൊന്നുകുട്ടിയാണേലും ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് പഠിക്കില്ല കേട്ടോ, ഞാൻ കൂടെ വേണം. അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ ആൾ വന്നു കേട്ടോ. ഇന്ന് ഞാൻ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു, തണുപ്പായിരുന്നു. അപ്പം ചെറിയൊരു കാറ്റൊക്കെ അകത്തോട്ട് കയറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ രാകേഷണം വന്നു. രാകേഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വീട് ഹാപ്പിയാണ്. അതുവരെ ഒരുമാതിരിയൊക്കെയാണ്. കുഞ്ഞുങ്ങളുണ്ട്, എന്നാലും എനിക്ക് ഇച്ചിരി സന്തോഷം കൂടുതൽ വരണമെങ്കിൽ രാകേഷണം വരണം. രാകേഷണം ഇന്ന് 8 മണിയായപ്പോൾ വന്നു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ 3 പേർക്കും ഉണ്ട്. 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലെ സ്നാക്സ് ആയിട്ടേ വരുവുള്ളൂ. പപ്പടവടയാണ് ഇന്ന് കൊണ്ടുവന്നത്. ഈ രാകേഷണം കാരണമാണ് എനിക്ക് ഡയറ്റും കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. ഉള്ള ദിവസം എനിക്ക് എന്തെങ്കിലും സ്നാക്സ് എൻ്റെ കയ്യിലോട്ടേ ഈ സ്നാക്സൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തരത്തുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ വല്ല പഴംപൊരി അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് എന്തായാലും ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞതിന് ശേഷം പിന്നെയും പഠനമാണ്. പൊന്നുകുട്ടിക്ക് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നൊക്കെ ചിലപ്പോൾ പൊന്നുകുട്ടീനെ പഠിപ്പിക്കും കേട്ടോ. അണ്ണൻ മാത്സൊക്കെ എടുത്ത് വെച്ച് നോക്കുക. അണ്ണൻ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അവളുടെ നോട്ട് ബുക്കുകളെല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നേരത്തെ വരുന്ന ദിവസം ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഡിന്നർ ചപ്പാത്തിയാണ്. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിഴങ്ങും മെഴുക്കുവരട്ടിയുണ്ട്. ചോറാണ് അവർക്ക് 2 പേർക്കും. എനിക്ക് നയേഷണ്ണും ചപ്പാത്തിയാണ് കേട്ടോ. പരിപ്പ് കറിയാണ്, ഡാൽ ഫ്രൈ ആണ് കേട്ടോ. ഈ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അപ്പം ഇച്ചിരി വലിയ വീഡിയോ ആണ്. എല്ലാവരും പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനുമുള്ള ചോറാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.